അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വെച്ച് എങ്ങനെ നിസ്കരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം. തനിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെയും നിസ്കരിക്കാം. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തോടു കൂടി സാധാരണ സുന്നത്ത് നിസ്കരിക്കും പോലെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കലാണ് ചുരുങ്ങിയ രൂപം. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തമം. പൂർണ്ണമായ രൂപം 1-ാം റക്അത്തിൽ വജ്ഹത്തുനു ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദുബിന് മുമ്പ് 7 തക്ബീറും 2-ാം റക്അത്തിൽ ഔദുബിന് മുമ്പ് 5 തക്ബീറും ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന സിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഈ 7-5 തവണ ചൊല്ലുന്ന തക്ബീറുകൾ ഇമാമിനും മഅ്മൂമിനും അല്ലാത്തവർക്കും ഒക്കെ ഉറക്കയാക്കൽ ശബ്ദമുയർത്തി ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ തക്ബീറുകൾക്കിടയിലുള്ള സിക്റുകൾ അങ്ങനെ ശബ്ദമുയർത്തേണ്ടതില്ല. ഇനി ഒരാൾ തക്ബീറോ സിക്റോ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മറന്നുപോയി, അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല, നിസ്കാരം ബാത്തിലാകുകയുമില്ല. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫ് സൂറത്ത് അല്ലെങ്കിൽ സബ്ബിസ്മ സൂറത്ത് ഓതൽ സുന്നത്താണ്. 2-ാം റക്അത്തിൽ സൂറത്തുൽ ഖമർ അല്ലെങ്കിൽ ഹൽ അതാക ഈ സൂറത്ത് ഓതലാണ് സുന്നത്ത്. ഇനി ഈ സൂറത്ത് അറിയില്ലെങ്കിൽ അറിയുന്ന സൂറത്ത് ഓതി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. നിസ്കാര ശേഷം 2 ഖുതുബ ഓതൽ സുന്നത്താണ്. ഖുതുബ ഓതാൻ അറിയുന്നവർ വീട്ടിൽ ഇല്ലെങ്കിൽ ഖുതുബ ഓതാതെയും നിസ്കരിക്കാം. അത് നിസ്കാരത്തിന്റെ ശുഫത്തിന് പ്രശ്നമില്ല. ഇനി ഖുതുബ ഓതാൻ അറിയുന്നവരും ഖുതുബ ഓതാനുള്ള അവസരവും ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യേണ്ടത് തന്നെയാണ് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.